സ്വർണ്ണക്കടത്തിൽ ശശി തരൂർ എംപിയുടെ പേഴ്സണൽ സ്റ്റാഫ് അറസ്റ്റിൽ 500 ഗ്രാം സ്വർണവുമായാണ് തരൂരിന്റെ സഹായി ശിവകുമാർ പ്രസാദിനെയും കൂട്ടാളിയെയും ദില്ലി വിമാനത്താവളത്തിൽ കസ്റ്റംസ് പിടികൂടിയത്. എംപിയുടെ സ്റ്റാഫിനുള്ള എയർഡ്രോം എൻട്രി പെർമിറ്റ് കാർഡ് ഉപയോഗിച്ചാണ് ശിവപ്രസാദ് വിമാനത്താവളത്തിനകത്ത് കയറിയത്. അന്വേഷണത്തിന് പൂർണ്ണ പിന്തുണ നൽകുമെന്ന് ശശി തരൂർ പ്രതികരിച്ചു. ദുബായിൽ നിന്നെത്തിയ ആളിൽ നിന്ന് സ്വർണം സ്വീകരിക്കുന്നതിനിടെയാണ് ശശി തരൂരിന്റെ സഹായി ശിവകുമാർ പ്രസാദ് ഇന്നലെ കസ്റ്റംസിന്റെ പിടിയിലാവുന്നത്. 1/2 കിലോ സ്വർണമാണ് കണ്ടെടുത്തത്. മതിയായ രേഖകളില്ലെന്ന് തെളിഞ്ഞതോടെ ശിവകുമാറിനെയും സ്വർണം കൈമാറിയ വ്യക്തിയെയും അറസ്റ്റ് ചെയ്തുവെന്നാണ് വാർത്താ ഏജൻസിയുടെ റിപ്പോർട്ട്. പിടിച്ചെടുത്ത സ്വർണത്തിന് 35 ലക്ഷം രൂപ മൂല്യമുണ്ടെന്ന് കസ്റ്റംസ് അറിയിച്ചു. പാർലമെന്റ് അംഗത്തിന്റെ സ്റ്റാഫിന് കേന്ദ്ര വ്യോമയാന മന്ത്രാലയം അനുവദിക്കുന്ന എയർഡ്രോം എൻട്രി പെർമിറ്റ് കാർഡ് ഉപയോഗിച്ചാണ് ശിവകുമാർ ദില്ലി വിമാനത്താവളത്തിനുള്ളിൽ കടന്നത്. സംഭവത്തിൽ ശിവകുമാർ പ്രസാദിനെ തള്ളി ശശി തരൂർ രംഗത്തെത്തി. അറസ്റ്റ് ഞെട്ടിപ്പിക്കുന്നതാണ്. ഇയാൾ മുൻ സ്റ്റാഫായിരുന്നു. ശിവകുമാർ ഡയാലിസിസ് ചെയ്തു വരികയാണ്. ഈ മാനുഷിക പരിഗണന മൂലം വിമാനത്താവളത്തിലെ സഹായത്തിന് പാർട്ട് ടൈം സ്റ്റാഫായി പ്രവർത്തിക്കുകയായിരുന്നുവെന്നും തരൂർ വിശദീകരിച്ചു. തരൂരിന്റെ ഔദ്യോഗിക സ്റ്റാഫുകളുടെ പട്ടികയിൽ ഇയാളുടെ പേരില്ല. എന്നാൽ ഡൽഹിയിലെ തരൂരിന്റെ വീട് കേന്ദ്രീകരിച്ചായിരുന്നു ശിവകുമാർ ജോലി ചെയ്തത്. അതേസമയം വിവാദത്തിൽ നിന്ന് അകലം പാലിക്കുകയാണ് സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം. ശശി തരൂരിന്റെ പി എ നിങ്ങളിപ്പോൾ പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത്. എനിക്ക് അയാളെ പി എ ആണോ അയാൾ ഈ പുള്ളിയുമായിട്ട് ബന്ധം അതെനിക്കറിയില്ല. അതുകൊണ്ട് അത് അന്വേഷിച്ചേ പറയാൻ പറ്റൂ. നിങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കണം. എന്നാൽ സംഭവം തരൂരിനെതിരെ BJP ആയുധമാക്കി. ഇന്ത്യ മുന്നണി ഘടകകക്ഷികളായ CPM-ഉം കോൺഗ്രസും സ്വർണ്ണക്കടത്ത് സഖ്യമാണെന്ന് കേന്ദ്രമന്ത്രിയും തിരുവനന്തപുരത്തെ BJP സ്ഥാനാർത്ഥിയുമായ രാജീവ് ചന്ദ്രശേഖർ കുറ്റപ്പെടുത്തി. റിപ്പോർട്ടർ, ദില്ലി.